നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി നിർണായകം. IPL പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റിന്റെ ആധികാരിക ജയം. പ്ലേ ഓഫ് പ്രതീക്ഷയോടെ പഞ്ചാബ് കിങ്സ്. ഓൾറൗണ്ട് മികവിൽ സൂപ്പർ കിങ്സിന്റെ സ്വന്തം മൈതാനത്ത് 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ജയപരാജയങ്ങൾ മാറി മറിയുന്ന പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന്റെ 7 വിക്കറ്റിന്റെ ആധികാരിക ജയം. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 20 ഓവറിൽ 7-ന് 162 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 17-5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കണ്ടു. ഇതോടെ പഞ്ചാബിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് നിറം വെച്ചു. ഓൾറൗണ്ട് മികവിലാണ് സൂപ്പർ കിങ്സിന്റെ സ്വന്തം മൈതാനത്ത് 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയവുമായി പഞ്ചാബ് കിങ്സ് കുതിച്ചത്. ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത് ചെന്നൈയെ 162 ഒതുക്കിയ പഞ്ചാബ് 17-5 ഓവറിൽ 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. സീസണിൽ പഞ്ചാബിന്റെ 4ാം ജയമാണിത്. ചെന്നൈയുടെ 5ാം തോൽവിയും. ജോണി ബെയർസ്റ്റോ, റൈലി റൂസോ എന്നിവരുടെ ഇന്നിംഗ്സാണ് പഞ്ചാബിന് ജയം സമ്മാനിച്ചത്. പ്രധാന ബൌളറായ ദീപക് ചാഹർ 2 പന്തുകൾ മാത്രം എറിഞ്ഞ ശേഷം പരിക്കേറ്റ് മടങ്ങിയതും പരിക്ക് കാരണം മദീഷ പാദ്രണയുടെ സേവനം നഷ്ടമായതും ചെന്നൈക്ക് കാര്യങ്ങൾ കടുപ്പമാക്കി. 163 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് എടുത്ത പഞ്ചാബിന് 4ാം ഓവറിൽ തന്നെ ഓപ്പണർ ബ്രെബ് സിമ്രൻ സിംഗിനെ നഷ്ടമായി. എന്നാൽ 2ാം വിക്കറ്റിൽ തകർത്തടിച്ച ബെയർസ്റ്റോ റൂസോ സഖ്യം മത്സരം പഞ്ചാബിന്റെ വരുതിയിലാക്കി. 64 റൺസാണ് ഈ കൂട്ടുകെട്ട് പഞ്ചാബ് സ്കോർ ബോർഡിൽ എത്തിച്ചത്. 30 പന്തിൽ നിന്ന് ഒരു 6ഉം 7 4ഉം അടക്കം 46 റൺസ് എടുത്ത ബെയർസ്റ്റോയുടെ മടക്കം ശിവം ദുബെ ഒടുവിൽ ഈ കൂട്ടുകെട്ട് പൊളിച്ചു. എങ്കിലും റൂസോ റൺ റേറ്റ് താഴാതെ കാത്തു. 12ാം ഓവറിൽ ഷാർദുൽ താക്കൂറിന്റെ പന്തിൽ പുറത്താകുമ്പോൾ 23 പന്തിൽ നിന്ന് 2 സിക്സറുകളുടെയും 5 4ന്റെയും അകമ്പടിയോടെ 43 റൺസ് എടുത്തിരുന്നു റൂസോ. നിലയുറപ്പിച്ചിരുന്ന 2 ബാറ്റർമാരും പുറത്തായതോടെ മികച്ച ബൌളിംഗുമായി ചെന്നൈ പഞ്ചാബിനെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ 4ാം വിക്കറ്റിൽ ഒന്നിച്ച ശശാങ്ക് സിംഗ്, ക്യാപ്റ്റൻ സാം കറൻ സഖ്യം കൂടുതൽ നഷ്ടങ്ങളില്ലാതെ ടീമിനെ വിജയത്തിലെത്തിച്ചു. ഇരുവരും ചേർന്ന് 50 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ശശാങ്ക് 25 റൺസോടെയും കറൻ 26 റൺസോടെയും പുറത്താകാതെ നിന്നു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ട ചെന്നൈക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് എടുക്കാനേ സാധിച്ചിരുന്നുള്ളൂ. പതിവ് പോലെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ ഇന്നിംഗ്സാണ് ചെന്നൈയെ മാന്യമായ സ്കോറിലെത്തിച്ചത്. 48 പന്തുകൾ നേരിട്ട ക്യാപ്റ്റൻ 2 6ഉം 5 4ഉം അടക്കം 62 റൺസ് എടുത്ത് പുറത്തായി. വിരാട് കോഹ്ലിയെ പിന്തള്ളി ഓറഞ്ച് ക്യാപ്പും ഋതുരാജ് സ്വന്തമാക്കി. ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈയെ പവർ പ്ലേയിൽ തന്നെ പഞ്ചാബ് ബൌളർമാർ പൂട്ടി. എങ്കിലും 50 പന്തിൽ നിന്ന് 64 റൺസ് കൂട്ടിച്ചേർക്കാൻ അഞ്ചികെ രഹാനെ ഋതുരാജ് സഖ്യത്തിന് സാധിച്ചു. 9ാം ഓവറിൽ രഹാനയെ മടക്കി ഹർപ്രീത് ബ്രൗറാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത്. 24 പന്തിൽ നിന്ന് 5 ബൗണ്ടറി അടക്കം 29 റൺസായിരുന്നു രഹാനയുടെ സമ്പാദ്യം. തൊട്ടടുത്ത പന്തിൽ അപകടകാരിയായ ശിവൻ ദുബെയും മടക്കിയ ഹർപ്രീത് ചെന്നൈയെ പ്രതിരോധത്തിലാക്കി. തുടർന്നെത്തിയ രവീന്ദ്ര ജഡേജയുടെ ഇന്നിംഗ്സും അധികം നീണ്ടില്ല. 2 റൺസ് മാത്രം എടുത്ത താരത്തെ രാഹുൽ ചാഹർ വിക്കറ്റിന് മുന്നിൽ കുടുക്കി. പിന്നാലെ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ സമീർ റിസ്വിയാണ് ഋതുരാജിനൊപ്പം പിടിച്ചുനിന്ന് സ്കോർ 100 കടത്തിയത്. എങ്കിലും കാര്യമായി ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ 23 പന്തിൽ നിന്ന് 21 റൺസുമായി റിസ്വി 16ാം ഓവറിൽ പുറത്തായി. മൊയിൻ അലി 9 പന്തിൽ നിന്ന് 15 റൺസ് എടുത്തു. ആരാധകരെ ആവേശത്തിലാക്കി 18ാം ഓവറിൽ ക്രീസിലെത്തിയ MS ധോണി 11 പന്തിൽ നിന്ന് ഒരു 6ഉം 4ഉം അടക്കം 14 റൺസ് എടുത്തു. പഞ്ചാബിനായി രാഹുൽ ചാഹർ 4 ഓവറിൽ വെറും 16 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് എടുത്തപ്പോൾ ഹർപ്രീത് 4 ഓവറിൽ വെറും 17 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തി.